ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ. 257, 288. മത്തായി 10:24-33 വാക്യങ്ങളുടെ വിശകലനം. ഭയം കൂടാതെ സാക്ഷ്യപ്പെടുത്തുവിൻ. ഒരു മതവർത്തകനായ ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ അംഗരക്ഷകരിൽ പ്രധാനിയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. ഉന്നത പദവി ലഭിക്കാനല്ല, വിശ്വാസവിഷയത്തിൽ ഇടറുന്നവർക്കും പീഡനമേൽക്കുന്നവർക്കും ധൈര്യം പകർന്നു കൊടുക്കുക എന്നതായിരുന്നു ഈ ഉദ്യോഗം സ്വീകരിക്കാനുള്ള കാരണം. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തിനെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ. ഈ വചനം അവനു മാത്രമല്ല, വിശ്വാസപ്രതിസന്ധിയിലായിരിക്കുന്നവരെയും അവൻ ഓർപ്പിച്ചു. അവസാനം അവന്റെ രഹസ്യം രാജാവിന്റെ സന്നിധിയിൽ വെളിവായി. പലവിധ പ്രലോഭനങ്ങളാൽ അവനെ പിന്തിരിപ്പിക്കാൻ അയാൾ പരിശ്രമിച്ചു. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുന്നതിനേക്കാൾ മരിക്കാൻ താൻ തയ്യാറാണെന്ന് അവൻ ഉദ്ഘോഷിച്ചു. മരത്തിൽ കെട്ടിവെച്ച് അമ്പെയ്ത് കൊല്ലുവാൻ കൽപ്പനയുണ്ടായി. മരിച്ചെന്ന ധാരണയിൽ ആരാച്ചാർമാർ പോയെങ്കിലും ഐറിൻ എന്ന ഒരു ഭക്തസ്ത്രീ രഹസ്യത്തിൽ വീട്ടിൽ കൊണ്ടുപോയി മുറിവുകൾ വെച്ച് കെട്ടി ശുശ്രൂഷിച്ച് ജീവൻ തിരിച്ചു നൽകി. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഒളിച്ചോടാനല്ല, ധൈര്യത്തോടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൊട്ടാരത്തിൽ ചെന്ന് അവൻ വീണ്ടും യേശുവിനെ പ്രഘോഷിച്ചു. കോപാകൃതനായ ചക്രവർത്തി കമ്പി കൊണ്ട് അടിച്ചു കൊല്ലാൻ ആജ്ഞാപിച്ചു. അമ്പ് തിരുനാൾ എന്നറിയപ്പെടുന്നത് ഭക്തിമാർഗത്തിലൂടെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഈ വിശുദ്ധനെ ജാതിമതഭേദമന്യേ ആദരിക്കുന്നു. അമ്പ് ഏന്തി ദേവാലയവും ഇടവകയും വലയം വെച്ചാൽ പകർച്ചവ്യാധികൾ ഒഴിഞ്ഞുപോകുമെന്ന വിശ്വാസം മൂലമാണ് ഏറ്റവും ആർഭാടത്തോടെ ഈ തിരുനാൾ കൊണ്ടാടുവാൻ കാരണമായത്. എന്നാൽ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടും മരിക്കാതിരുന്നപ്പോൾ സ്വന്തം ശരീരത്തിന്റെ രക്ഷകനായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് വിശ്വാസ വിളംബരം ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃകയാണ് മേലോർക്കാർക്കിടയിലൂടെ നടത്തുന്ന അമ്പെഴുന്നള്ളിപ്പിന്റെ കാതലായ സന്ദേശം.